നമസ്കാരം. ഏതൊരു നഗരത്തിന്റെയും പ്രധാനപ്പെട്ട മുഖങ്ങൾ സൗന്ദര്യവൽക്കരിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. നഗരഭരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണത്. പക്ഷേ സൗന്ദര്യവൽക്കരിച്ച് നിർത്തേണ്ട സ്ഥലങ്ങൾ, അത് പ്രധാനപ്പെട്ട നിർമ്മിതികൾ അതെല്ലാം വൃത്തികേടായിരിക്കുക എന്ന് പറഞ്ഞാൽ നഗരസഭാ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെ കൂടിയാണ് അത് കാണിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ പ്രധാന ഗേറ്റ്, അതായത് നായനാർ പാർക്കിന്റെ പ്രധാന ഗേറ്റ് നമുക്കൊന്ന് കാണാം. പ്രധാന ഗേറ്റിന് അകത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിന് മുന്നിൽ ഈ പറയുന്ന മെറ്റലും അതുപോലെ തന്നെ മണലുമടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വളരെ ഭംഗിയുള്ള നിർമ്മിതി, പ്രധാനപ്പെട്ട ഈ നിർമ്മിതി അത് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ഈ വഴിയോര കച്ചവടം ഇവിടെ പൊടി പൊടിക്കുന്നത് എന്നുള്ളതാണ്. പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ പ്രധാന കവാടം പോലും മറച്ചുകൊണ്ടാണ് വഴിയോരത്ത് അനധികൃതമായി കച്ചവടം നടത്തുന്നത്. നടപ്പാതകൾ പോലും കയ്യേറിക്കൊണ്ടാണ് വഴിയോര കച്ചവടം ഇവിടെ നടത്തുന്നത്. അനധികൃതമായി നടത്തുന്ന ഇത്തരം കച്ചവടങ്ങൾ അവസാനിപ്പിക്കാനോ ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രധാന പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ പ്രധാന കവാടം, അതിന്റെ സൗന്ദര്യം പുറം ലോകം കാണത്തക്ക രീതിയിൽ സൗന്ദര്യവൽക്കരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം കൂടിയാണ്. പക്ഷേ ഇത് ഈ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട നഗരത്തിന്റെ ഹൃദയഭാഗം ഇങ്ങനെ അവഗണിക്കപ്പെട്ട നിലയിലാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവനന്തപുരത്തെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിനും നേരെ എതിർവശത്താണ് പുത്തരിക്കണ്ടം മൈതാനം സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളുടെ അടക്കം ശ്രദ്ധ പതിയേണ്ട ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ ആ സ്ഥലമാണ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്.
45 കൊല്ലത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ എത്തി പറയുകയും ചെയ്തു. എന്നാൽ അധികാരത്തിലേറി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ പുത്തരിക്കണ്ടം മൈതാനം പോലും വൃത്തിയാക്കുകയോ സൗന്ദര്യവൽക്കരിക്കുകയോ കയ്യേറ്റം ഒഴിപ്പിക്കുകയോ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നഗരസഭ. പുത്തരിക്കണ്ടം മൈതാനം മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള പാർക്കുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. അവിടെയെല്ലാം കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്, സൗന്ദര്യവൽക്കരിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതെല്ലാം നഗരത്തിന്റെ സൗന്ദര്യത്തെ വളരെ കാര്യക്ഷമമായി തന്നെ അല്ലെങ്കിൽ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. എന്തായാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പോലും പാർക്കുകൾ നവീകരിക്കാൻ എന്നതിൽ നഗരസഭ വലിയ അലംഭാവം കാട്ടുകയാണ് എന്ന് പറയാതെ വയ്യ. പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്നുള്ള തിരുവനന്തപുരം നഗരസഭയുടെ മുദ്രയുടെ ഒരു ശില്പമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ ഈ മുദ്രയോ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ പുറം ലോകത്തിന് കാണാൻ കഴിയില്ല. മരങ്ങളും കാട്ടുചെടികളും കൊണ്ട് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നിർമ്മിതി മറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിനു മുന്നിലായി വഴിയോര കച്ചവടക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിക്കേണ്ട, സഞ്ചാരികളുടെ ശ്രദ്ധ പതിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി, കോടികൾ ചെലവാക്കി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനം, അതാണ് ഇപ്പോൾ കാട് കയറി കിടക്കുന്നതും വഴിയോര അനധികൃത കച്ചവടക്കാർ കയ്യേറി കൈവശം വച്ചിരിക്കുന്നതും. തിരുവനന്തപുരം നഗരത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ പരിപാലിച്ചാൽ മതിയോ? നഗരസഭ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണിത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നിട്ട് പുതിയ ഭരണസമിതിക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെയും ശ്രദ്ധ പതിയാത്തത് വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അശ്വിനോടൊപ്പം കുമാർ സംയോഗി, മലയാളി വാർത്ത.